ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ആരെങ്കിലും എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ എന്റെ പേര് മനീഷ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഈ ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഹെയർ കെയറും കൂടെ ചെയ്തിരുന്നു. ഹെയർ കെയർ എന്ന് വെച്ചാൽ എന്നുമല്ല, നമുക്ക് സമയം കിട്ടുമ്പോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ഇത് ചെയ്തിരുന്നു. ഇത് വലിയ ഹെയർ കെയർ എന്നൊന്നും ഞാൻ പറയില്ല. സത്യത്തിൽ എനിക്ക് അതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആളാണ്. എന്നാലും മുടിക്കും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണല്ലോ. ചിലപ്പോ ഡയറ്റ് ചെയ്യുമ്പോ ഹെയർ ലോസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ മുടി കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊരു വിഷമാവില്ല. അപ്പൊ മുടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാലോ വിചാരിച്ചിട്ട് ഞാൻ ചെയ്യേണ്ടെന്ന് ഒരു ചെറിയൊരു കാര്യട്ടോ. നമുക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ ചെലവൊന്നും ഇല്ലാത്ത കാര്യട്ടോ. അപ്പൊ അതും നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടാ. അത് തന്നെ ഞാൻ പറയട്ടെ, ഞാൻ അത്ര മുടിയുള്ള ആളൊന്നല്ല, പക്ഷെ എന്റെ ഉള്ള മുടി പോവാതെ നോക്കാൻ വേണ്ടിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അത് ഓൾറെഡി നമുക്ക് ഡെലിവറി കഴിഞ്ഞ് എന്തായാലും ഹെയർ ലോസ് ഉണ്ടാവും. അപ്പൊ ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണായിട്ട് മുന്നേ തന്നെ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഏകദേശം ഇങ്ങനെയാണ് മുടിയിൽ ചെയ്തിരുന്നത്. പിന്നെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഇത് ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ചെയ്യാൻ തുടങ്ങി. മറ്റേത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്യണ്ടായിരുന്നുള്ളൂ. അല്ലെ നമുക്ക് എപ്പോഴാണോ ഒഴിവ് കിട്ടുന്നത് അപ്പോഴാ ചെയ്യലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ടിപ്സ് എന്താന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ വർഷങ്ങളായിട്ട് എന്റെ ഹെയറിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ സീക്രട്ട് ഒന്നല്ല, ഒരുപാട് പേര് ഉപയോഗിക്കുന്നത്. എന്നാലും ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തു എന്നുള്ളൂ. അപ്പൊ കണ്ടില്ലേ, ഞാൻ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ അപ്പൊ നമ്മൾ ഏത് വെളിച്ചെണ്ണ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഞാനത് ഉപയോഗിക്കുന്ന, അപ്പൊ അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മള് 2 വൈറ്റമിനിയുടെ ക്യാപ്സ്യൂൾ ഇട്ട് കൊടുത്തിട്ട് എന്റെ ഹെയർ ലെങ്ത്തിന് അത് 2 മതി. അത് ഇട്ട് കൊടുത്തു. പിന്നെ അലോവേര ജെല് ഇപ്പൊ ഞാൻ ഫ്രഷ് ആയിട്ട് പൊട്ടിച്ചതാ. ഞാൻ ഡെലിവറി കഴിഞ്ഞ് എടുക്കുന്ന സമയത്തൊക്കെ ഞാന് മറ്റേ അലോവേര ജെല്ല് വാങ്ങിച്ചിട്ടുള്ള ജെല്ല യൂസ് ചെയ്തതാണ്. ആ സമയത്ത് പൊട്ടിക്കാനും അതൊക്കെ മടിയുണ്ട്, പിന്നെ സമയം ഉണ്ടാവില്ല. അപ്പൊ അത് ഉപയോഗിക്കാറില്ല. ഇപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നേരത്തെ കുളിക്കൊന്നും വേണ്ടല്ലോ, നമ്മൾ ലേറ്റ് ആയിട്ടല്ലേ കുളിക്കാം. അപ്പൊ ഞാന് ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല പൊട്ടിച്ചത് അത് വേണമെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് ഇതാക്കിയിട്ട് കാട്ടെ. ഇതിപ്പോ നല്ല കട്ടി കുറഞ്ഞതായതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ഉടച്ച് ഇതിലേക്ക് ആക്കുക ചെയ്ത. മിക്സിയുടെ ജാറിൽ അരച്ചെടുത്താൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ ഞാൻ അലോവേര അത്രയ്ക്ക് അധികം ഇടാറില്ല, തണുപ്പല്ല. എനിക്ക് തണുപ്പ് അത്ര പറ്റാത്ത ആളാ. അതുകൊണ്ട് കുറച്ച് അലോവേര ജെല്ല് ഇട്ടിട്ടുള്ളൂ. ഇട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് നമ്മുടെ തലയോട്ടിയിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക. മുടിയുടെ തുമ്പത്ത് വരെ തേക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിക്കാറ്. 2 ദിവസമോ 3 ദിവസമോ ഒക്കെ നമ്മുടെ സൗകര്യം പോലെ. ഷാമ്പൂ ഇടുന്ന ദിവസം ഞാൻ ഈ എണ്ണ തേച്ചിട്ട് കുളിക്കും. അങ്ങനെയാണ് ചെയ്തായിരുന്നത് കേട്ടാ. അപ്പൊ എനിക്ക് നല്ല ചേഞ്ച് തോന്നുന്നുണ്ട്. എനിക്ക് ഹെയർ ലോസ് ഒക്കെ കുറച്ച് കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. പിന്നെ ഡയറ്റിന്റെ ഭാഗമായിട്ട് എനിക്ക് ഹെയർ ലോസ് ഒന്നും ഉണ്ടായിട്ടില്ല. നോർമലി ഹെയർ ലോസ് ഉണ്ടായിരുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. ഡയറ്റ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഹെയറിനൊക്കെ കുറച്ചും കൂടി നല്ല വൈറ്റമിൻ ഒക്കെ കിട്ടിയത്. അങ്ങനെ കുക്കുംബർ, ക്യാരറ്റ് ഒക്കെ ഞാൻ കഴിക്കാത്ത ആളായിരുന്നു. പിന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാത്ത ആളായിരുന്നു. ഡയറ്റിന്റെ ടൈമിൽ ഞാൻ അതൊക്കെ കഴിച്ചിരുന്നു. അപ്പൊ എന്റെ മുടിക്ക് കൂടുതൽ ഹെൽത്തി ആയിരുന്നിട്ടുണ്ടാവും വേണമെങ്കിൽ ആ ടൈമിൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. ഇനി വേറെ ടിപ്സുകളായിട്ട് ഞാൻ വരാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.